ബേസിൽ വന്ന കാരണം അതൊരു കോമഡി വേണോ സീരിയസ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ. ക്ലൈമാക്സ് അത്യാവശ്യം ട്വിസ്റ്റുള്ള, എന്നാൽ അതുവരെ കോമഡി ട്രാക്കിലൂടെ പോയി സീരിയസ് ആണെങ്കിൽ പോലും മറ്റേ ഡാർക്ക് ഹ്യൂമർ പോലത്തെ കുറച്ചൊക്കെ ഉണ്ട്. പ്രാവിൻകൂട് ഷാപ്പ് നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഡയറക്ഷനും എല്ലാം മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ടൊന്ന് ബോറടിക്കും. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി നല്ലത്. എനിക്ക് അങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫ് തന്നെ. ത്രില്ലിംഗ് ആയിരുന്നു സിനിമ. ത്രില്ലറാണ്. നമുക്ക് ഒരു കൊലപാതകമാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. ഒരു എങ്ങനെയുണ്ടായിരുന്നു? കോമഡി തന്നെയാണോ? ബേസിലാണ് എൻ്റെ ബേസിൽ കൊള്ളാം, പിന്നെ സൗബിനും കൊള്ളാം, നന്നായിട്ടുണ്ട്. പടം ഉറപ്പാണ്, ഹിറ്റാണ്. പടം ഹിറ്റാണ്. പടം ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. കുറേ ഭാഗത്ത് നല്ല സ്ക്രിപ്റ്റൊക്കെയാണ്, പക്ഷേ എന്തൊക്കെയോ ചില പോരായ്മകളുണ്ട്. ഡയലോഗ്സിലൊക്കെ കുറച്ചുകൂടെയൊക്കെ നന്നാക്കായിരുന്നു. അപ്പോൾ കുറച്ച് തമാശയാക്കണോ അതോ സീരിയസ് ആക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ആവറേജാണ്. പടം മേക്കിങ്ങും മറ്റേ BGM അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ എന്തോ പ്രശ്നങ്ങളുണ്ട്. മൊത്തത്തിൽ ത്രില്ലറൊക്കെയാണ്. അവർ നന്നായിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അവരൊരു കോമഡി ആക്കണോ അതോ ബേസിൽ വന്ന കാരണം അതൊരു കോമഡി വേണോ സീരിയസ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ പടത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഡയലോഗ്സിലൊക്കെ ചില മിസ്മാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു എനിക്ക് തോന്നുന്നു ഡയറക്ടർ ഒരു പുതിയ ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരു കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഹോംവർക്ക് ചെയ്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. ബോറൊന്നുമല്ല. ആക്ടിങ് ഒക്കെ നല്ലതാണ്. അവർക്കൊരു അതായത് ഡയറക്ഷൻ സൈഡിൽ ഒരു കൺഫ്യൂഷനുള്ള ഒഴികെ ബാക്കി മൊത്തത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു രസമുള്ള പടമാണ്. പടത്തിന് പടത്തിൻ്റെ ഒരു മേക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത്. അൻവർ റഷീദിൻ്റെ ഒരു കയ്യൊപ്പ് അതിൽ പതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അൻവർ റഷീദ് പ്രൊഡ്യൂസർ മാത്രമല്ല, ഡയറക്ടറുടെ ഒരു ഇതിൽ കയറി വന്നിട്ടുണ്ട്. കാരണം ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ അറിയാം ആ പടത്തിൻ്റെ ഒരു വേ ഓഫ് മേക്കിങ്ങിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഷാപ്പിംഗ് കോഡ് എന്നുള്ള പേരിൻ്റെ ആ ഒരു വേ ഓഫ് സ്റ്റൈല് പടത്തിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഷാപ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ് അതിനെ ബേസ് ചെയ്ത് കഥ ത്രില്ലറാണ്. അത്യാവശ്യം കോമഡി ഉണ്ട്. ഒരു ത്രില്ലറാണ്. മേക്കിങ്ങിലാണ് പടം പോയേക്കുന്നത്. ബേസിലിൻ്റെ ഒരു വേറെ വെറൈറ്റി ഒരു പെർഫോമൻസ് ആണ് അതിൽ. എനിക്ക് തോന്നുന്നു ബേസിലിൻ്റെ നെക്സ്റ്റ് ഹിറ്റ്. അതായത് ചെമ്പ വിനോദും സൗബിനൊക്കെ അവരുടെ കൊടുത്തിരിക്കുന്ന റോളുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. പടം പൊളിച്ചു. എന്താ പറയുക, ഒരു കോമഡി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കിഡ്ലൻ വൈബ്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ബേസിൽ പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ആ ഒരു സെയിം സ്വാഗ്രസ് ഉണ്ടായിരുന്നു. സൗബിൻ, ചെമ്പൻ വിനോദ് നൈസായിരുന്നു. ക്ലൈമാക്സ് അത്യാവശ്യം ട്വിസ്റ്റുള്ള, എന്നാൽ അതുവരെ കോമഡി ട്രാക്കിലൂടെ പോയി സീരിയസ് ആണെങ്കിൽ പോലും മറ്റേ ഡാർക്ക് ഹ്യൂമർ പോലത്തെ കുറച്ചൊക്കെ ഉണ്ട്. അൻവർ ഡയറക്ടർ പൊളിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് പറയത്തില്ല. മേക്കിങ് അടിപൊളിയായിട്ടുണ്ട്. BGM നൈസായിരുന്നു. ഫൈറ്റ് സീൻസൊക്കെ നൈസായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മുടെ ഇതിനകത്ത് ARMലേക്ക് ആ വില്ലൻ, എനിക്കാളുടെ പേരറിയില്ല, പുള്ളി ഇതിനകത്ത് സെറ്റായിരുന്നു. ഒരു ഷാപ്പിംഗ് ഉള്ളിൽ ഒരു കൊലപാതകം, അതിൻ്റെ ചുരുളായത്ര രഹസ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുതിയ ഡയറക്ടറിൻ്റെ എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് പറയാം. ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് പറയത്തില്ല, അത്ര അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാളം ഇൻഡസ്ട്രിക്ക് പുതിയൊരു നല്ല ഡയറക്ടർ കൂടിയാവും.